അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്നതാണ്. ഞാൻ ഒരുപാട് തവണ പല വീഡിയോസ് എല്ലാം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ട രീതിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പറയാൻ വേണ്ടി എന്തിനു പറയണം. ഓക്കെ, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ്. ഗംഗ ഗ്ലൂട്ടാതയോൺ എടുത്തിട്ടുണ്ട് ഗൈസ്. എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാൻ എനിക്കറിയാം. എടുത്തിട്ടില്ലാത്ത കാര്യം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂട്ട എടുക്കുന്നതെന്ന് ഒരു തെറ്റല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ടിൽ നൗ വരെ ഞാൻ ഗ്ലൂട്ടാതയോൺ എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഇപ്പം ഇൻ കേസ് ഞാൻ GFC ചെയ്തപ്പോഴായാലും, ഞാൻ ഫസ്റ്റ് ടൈം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തപ്പോഴായാലും, കാർബൺ ഫേഷ്യൽ ചെയ്തപ്പോഴായാലും ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കത് എന്താ പറയുക ചെയ്യുന്നു, ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം പിന്നെ ഗ്ലൂട്ടാതയോൺ എടുക്കുമ്പോൾ ഞാൻ ചെയ്യാതിരിക്കുമോ ഗൈസ്? ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഇരുന്ന ഞാൻ എങ്ങനെ ഇങ്ങനെയായിരുന്നു? കാരണം പല വീഡിയോയിലും ഞാൻ ഘോര പ്രസംഗിച്ച് സത്യം എനിക്ക് തന്നെ എന്തൊരു കഷ്ടം എന്നും പറഞ്ഞ് എനിക്ക് തന്നെ തോന്നി ഗൈസ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓൾസോ നിങ്ങൾക്ക് സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആകണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഷെയ്ഡുണ്ട്, ആ ഷെയ്ഡ് ഒരു 1 to 3, ഒരു 4, 5, 6 ഒന്നും പറ്റൂല, 1 to 3 ഷെയ്ഡ്സ് ബെറ്റർ ആക്കാൻ, ഒരു 4 അത്രേ പറ്റുള്ളൂ. ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഷെയ്ഡ് കുറച്ചുകൂടെ ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്, അതായത് ഇപ്പം ജനറ്റിക്കലി നമ്മളൊരു ഡീപ്പ് ടോണാണ്, ഡാർക്ക് ടോണാണ്, ഏത് ടോൺ ആയാലും ആ ഷെയ്ഡ്സിനെ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോയിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നിങ്ങളുടെ ഫുഡായാലും നിങ്ങളുടെ ഡയറ്റ് ആയാലും ഒക്കെ നിങ്ങൾ ഗ്ലൂട്ടയൊക്കെ എടുക്കണം. ആൻഡ് എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഏത് ഷെയ്ഡിലിരുന്നാലും നിങ്ങളതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നാമത്തെ കേസ്, ഒരിക്കലും സ്കിൻ ബ്രൈറ്റനിങ് അല്ല. ബ്രൈറ്റനിങ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അതൊക്കെ ഓരോ കാര്യങ്ങൾ. പക്ഷേ ഹെൽത്തി സ്കിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഹെൽത്തി സ്കിൻ അതായത് ബംപ്സ് ഇല്ല, പിമ്പിൾസ് ഇല്ല. അപ്പം അത് മോശമാണെന്നല്ല, ലൈക്ക് എന്നാലും നമുക്ക് എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ ഇല്ല, ഒന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് ഞാൻ ആഗ്രഹം. കാരണം മുമ്പൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിറം വയ്ക്കണം. പണ്ട് ഞാനായാലും സ്കൂളിൽ പോയി കോളേജിലൊക്കെ പഠിക്കാൻ പറ്റി ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ബ്രൈറ്റൻ ആക്കണം, ടാൻ മാറണം, എന്തോന്ന് നല്ല എന്ത് വേണം, ഇങ്ങനെ മറ്റെന്തൊരു പിന്നെ ഗോതമ്പിൻ്റെ നിറണം, ഇങ്ങനെയൊക്കെ ഞാൻ സീരിയസ്ലി ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും, ഒരു ടൈം കഴിയുമ്പോൾ മനസ്സിലാവും നിറത്തിലോ ഒന്നിലും അല്ല കാര്യം, ഉള്ളിലൊരു സംഭവമുണ്ട്, അതിലൊരു കാര്യമുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ പുറമെ നോക്കണമെങ്കിൽ ഹെൽത്തി സ്കിന്നാണ് ഏറ്റവും നല്ല സ്കിന്നെന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ടാൻ ഉണ്ട്, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനോടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ടാന് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആക്റ്റീവ് അടങ്ങിയിട്ടുള്ള ചില ക്രീംസോ മോയ്സ്ചറൈസേഴ്സോ സിറംസോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ നമ്മളെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഡൾ സ്കിന്നാണ്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ഉള്ള ഒരു സാധനമാണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്ന കോജിക് ആസിഡ്. നിങ്ങൾക്ക് ആക്നെ, പോസ്റ്റ് ആക്നെ മാർക്സ് ഉണ്ട്, പോസ്റ്റ് ആക്നെ സ്കാർസ് ഉണ്ട്. കുണ്ടും കുഴിയല്ല ഞാൻ ഉദ്ദേശിച്ച, കുഴികളൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആക്നെ മാർക്സ്, പോസ്റ്റ് ആക്നെ മാർക്സ്. എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയാൻ പറ്റുമായിരിക്കും, എനിക്ക് പോസ്റ്റ് ആക്നെ സ്കാർസ് ഉണ്ട്, പക്ഷേ ഈ പോസ്റ്റ് ആക്നെ മാർക്സ് ഉണ്ട്. ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു 10 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ മാറാൻ സാധനമാണ്. ആക്നെ നമുക്ക് 15 ദിവസവും 10 ദിവസവും ഇൻ കേസ് 5 ഡേയ്സ് കൊണ്ടോ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഇത് കാരണം ഉണ്ടാകുന്ന മാർക്ക് നമുക്ക് ഒരു 6 മാസം എടുക്കും, ചിലർക്ക് 1 വർഷം എടുക്കണം. ആ കറുത്ത പാട് പോകാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ കോജിക് ആസിഡ് നിങ്ങൾക്ക് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ സിറംസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലൈക്കോലിക് ആസിഡ്. നിങ്ങൾ കുഞ്ഞു തരിയായിട്ടുള്ള കുരുവുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഈവൻ ടോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ, പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഗ്ലൈക്കോലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള യൂസ് ചെയ്യാം. നയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള യൂസ് ചെയ്യാം. എനിക്ക് നയാസിനമൈഡ് ഓക്കെ ആവേയില്ല, ചില ബ്രാൻഡിൻ്റെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ, ചില നയാസിനമൈഡൊന്നും എനിക്ക് ഒട്ടും എൻ്റെ സ്കിന്നിന് പറ്റൂല. വരുന്ന ഒന്നാണ് ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത്. ഈ ആൽഫ ആർബ്യൂട്ടിന് സ്കിൻ ബ്രൈറ്റനിങ്ങിനും ടാൻ പോകാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം എന്തിനാ
ഇതിപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വേറെയാണ്, ഓരോരുത്തർക്കും ഓരോരോ സ്കിൻ ടൈപ്പാണ്. ഇപ്പം എല്ലാവർക്കും വൈറ്റമിൻ സി ഇട്ടാൽ റിസൾട്ട് കിട്ടണമെന്നില്ല. അഥവാ ഇട്ടാൽ ചിലർക്ക് പേർജിങ് ഉണ്ടാകും, കുരുകൾ വരാറുണ്ട്. ആൻഡ് ഓൾസോ ചിലർക്ക് ആൽഫ ആർബ്യൂട്ടിൻ കറക്റ്റ് ആവില്ല, ചിലർക്ക് കോജിക് ആസിഡ് കറക്റ്റ് ആവില്ല, ചിലർക്ക് ഇതെല്ലാം കറക്റ്റ് ആവണവരുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എററാണ്. ഇത്രയും വർഷം ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ സ്കിൻ കെയർ ട്രയൽ ആണ്. ഇപ്പോൾ എനിക്കായാലും എല്ലാ പ്രോഡക്ട്സും ചേരണമെന്നില്ല, ചേരാത്ത പ്രോഡക്ട്സുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാം ട്രയൽ ആൻഡ് എററാണ്. അപ്പം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പ്രോഡക്റ്റ്, നമ്മൾ ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ട് വേണം ഓരോ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രീമിലോട്ട് പോണതിന് മുമ്പ് കുറച്ച് സ്കിൻ വൈറ്റനിങ് ക്രീംസിനെ കുറിച്ച് പറഞ്ഞുതരാം. സ്കിൻ വൈറ്റനിങ് ക്രീംസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വെളുത്തിട്ട് പറയണ ക്രീംസ്, സ്കിന്ന് എന്താ പറയുക, സ്കിൻ നമ്മുടെ സ്കിന്നിൻ്റെ പുറമെ സ്കിൻ ലൈറ്റനിങ്, എന്തൊരു മെലാനിൻ, അങ്ങനെ ഒരു മെലാക്കെയർ, അങ്ങനെ ഒരുപാട് ക്രീംസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സാധനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള വേ അല്ല, സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഹെൽത്തി വേ അല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എൻ്റെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ സ്കിന്നിന് ഒരു ബാരിയർ ഉണ്ട്. ബാരിയർ മീൻസ് ഒരു മതിലുണ്ട്. ഈ മതിലാണ് നമ്മുടെ പൊല്യൂഷൻ, ലൈക്ക് യു വി റേസ്, കടൽക്കാറ്റ്, ഉപ്പ് കാറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള ക്ലൈമറ്റ് ചേഞ്ച്, പല രീതിക്ക് നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സ് എല്ലാത്തിനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു ഈ മതിലാണ്. ഈ ക്രീം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ ഈ മതിൽ, ഇവിടെ എൻ്റെ സ്കിന്നുണ്ടേ, ഇവിടെ എൻ്റെ സ്കിന്നിൻ്റെ ബാരിയറാണ്. ഈ ബാരിയറിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ക്രീമുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര എക്സ്ഫോളിയേറ്റിംഗ് ക്രീംസാണ്. അതായത് ഈ ബാരിയർ പയ്യെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അതായത് പയ്യെ ഇതെൻ്റെ സ്കിന്നിവിടെ ഉണ്ട്, പയ്യെ സ്കിൻ ബാരിയർ നശിച്ച് നേരെ നമ്മളെ സ്കിന്നിലോട്ട് ചെല്ലും. അതായത് നമ്മളെ ഉള്ളിലോട്ട് ചെല്ലും. ആ ഒരു ടൈമിൽ നമുക്കൊരു ഉപ്പുകാറ്റ് കൊള്ളാൻ പറ്റൂല, നമുക്കൊന്ന് ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പറ്റൂല, എൻവയോൺമെൻറ്റൽ സ്ട്രെസ് വരാൻ പറ്റൂല, പുറത്തിറങ്ങിയ സീനാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരുന്നത്. ആൻഡ് ഭാവിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കിഡ്നിക്ക് ഇഷ്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇത് ബാധിക്കും. കാരണം ഇത് ബ്ലഡിലാണ് അബ്സോർബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് പല ഇൻറ്റേർണൽ ഓർഗൻസിനെയും ബാധിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീംസ് എന്ന് പറയുന്നത്. അത് പിന്നെ ലേറ്റർ നിങ്ങൾ ഈ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞ് നമ്മുടെ ബേബി സ്കിന്ന് പുറത്തുനിന്ന് വരും. ആ സ്കിന്ന് പിന്നെ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടാൽ നമുക്ക് ടാൻ ആവും, പിഗ്മെൻറ്റേഷൻ ആവും, ഭയങ്കര പിഗ്മെൻറ്റേഷൻ, അങ്ങനെയൊക്കെ സംഭവമുണ്ട്. നമുക്കൊന്നും ഇടാൻ പറ്റില്ല. മുഖത്ത് ഒരു മേക്കപ്പ് പോലും ഇടുമ്പം വരും, ചൊറിച്ചിൽ വരും, നമുക്ക് ഇഷ്യൂസ് വരും. കാരണം എൻ്റെ സ്കിൻ ബാരിയർ മേക്കപ്പ് പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ കവിളിൻ്റെ ബാരിയർ നഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. കാരണം പിന്നെ ഞാൻ സെറാമൈഡും ഒക്കെ ഈ സ്കിൻ ബാരിയർ പ്രൊട്ടക്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് പിന്നെ ശരിയായത്. അപ്പോൾ എല്ലാവർക്കും അതേപോലെയാണ്. അതുകൊണ്ട് സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഞാൻ സജസ്റ്റും ചെയ്യില്ല, എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യില്ല. ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ നൗ ഞാൻ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ടില്ല. എനിക്കിതിനെക്കുറിച്ച് യാതൊരു പിടുത്തമല്ല. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പണി വരുത്തി വയ്ക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഞാൻ പ്രൊമോട്ടും ചെയ്യില്ല. ഇപ്പം സ്കിൻ വൈറ്റനിങ് ക്രീംസ് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ താല്പര്യം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരും, എനിക്ക് വേണമെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഭാവിയിൽ നിങ്ങൾ എന്നെ തന്നെ മുതുക്ക് പ്രാവുന്നത് കേൾക്കാനോ കാണണമെന്നതിനും എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് പറയാണ്, സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം മൈൽഡ് എക്സ്ഫോളിയേറ്റേഴ്സുള്ള സ്കിൻ ബ്രൈറ്റനിങ് ക്രീംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ആ ക്രീംസാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഗൈസ്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, എനിക്കറിയാമെന്നുള്ളതിൽ അല്ലെങ്കിൽ ഞാൻ വിസിബിൾ റിസൾട്ട് പലരിലെയും കണ്ടിട്ടുള്ളൊരു കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒലയെന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒലയുടെ സൺസ്ക്രീൻ ഉണ്ട്, നയസിനമൈഡ് സീറോ ഉണ്ട്, റെറ്റിനോൾ സീറോ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രാൻഡ്, വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡാണ്. ഈ ഒലയുടെ ഒരു ഡേ ആൻഡ് നൈറ്റ് ക്രീമുണ്ട്. ഇത് ഞാൻ വിസിബിളി റിസൾട്ട് കണ്ടിട്ടുള്ള, ഞാൻ അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇപ്പോഴൊന്നുമല്ല, ഒരു 1.5 ഇയർ മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ക്രീം ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും. പിന്നെ ഞാൻ പറയാം, ഞങ്ങൾക്ക് എന്നും എല്ലാ പ്രോഡക്റ്റ്സും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റൂല. സീരിയസ്ലി പറയാമല്ലോ. കാരണം പുതിയൊരു ബ്രാൻഡ് ഒരു സൺസ്ക്രീൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ്, എനിക്ക് സന്തോഷമാണ് കൈസ്, എനിക്കൊരു പുതിയ സൺസ്ക്രീൻ ആണെങ്കിൽ സന്തോഷമാണ്. ഞാൻ അത് വേണം മോയ്സ്ചറൈസറൊക്കെ നമ്മൾ പുതിയ ട്രൈ ചെയ്യണം. അപ്പോൾ ഒന്ന് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ 1 month യൂസ് ചെയ്യും, ചിലർ 15 days 20 days, മാക്സിമം നമ്മൾ 15 days ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോന്നിൻ്റെ റിവ്യൂ പറയണത്. അത്
പ്രൊമോഷൻ ആണെങ്കിലും അല്ലെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവയുടെ ക്രീം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നയാസിനമൈഡ്, വൈറ്റമിൻ B5 പ്രോ, വൈറ്റമിൻ ഇ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ടാൻ ഉണ്ട്, നല്ല രീതിക്ക് ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഇതിൻ്റെ ഡേ ആൻഡ് നൈറ്റ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യണം. ഡേ ക്രീം ഡേ ടൈമിൽ, നൈറ്റ് ക്രീം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 15 ഡേയ്സിൽ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴും ഞാൻ പറയുന്നു, ടാൻ, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഡൾനെസ് അല്ലാതെ ജനറ്റിക്കലി ആയിട്ടുള്ള ഒന്നുമല്ല. ഈ ഒരു കാര്യങ്ങളാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്ക് വിസിബിളി നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾക്കേ മനസ്സിലാവും, അത് കഴിഞ്ഞ് മാത്രമേ 10 പേർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യ ചേഞ്ച് നിങ്ങൾക്കാണ് മനസ്സിലാവുന്നത്. ഒരു 15 ഡേയ്സ് കണ്ടിന്യൂസ് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുക. ആൻഡ് ഡേ ടൈമിൽ ഇത് SPF അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ഡേ ക്രീമാണ്, പക്ഷേ വിത്ത് ഒരു SPF കൂടെ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ മൈൽഡ് എക്സ്ഫോളിയേഷൻ നടത്തും. അതായത് ഇപ്പം വൈറ്റനിങ് ക്രീംസ് ഒരു ദിവസത്തിൽ മാസത്തിൽ 30 ദിവസം നിങ്ങളുടെ സ്കിന്ന് പൊളിച്ചിളക്കുമെന്നുണ്ടെങ്കിൽ ഇത് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റ് ആവാൻ നിൽക്കുന്ന നമ്മുടെ സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുള്ളൂ. അല്ലാതെ പിന്നെയും പോയി എക്സ്ഫോളിയേറ്റ് ആവാതെ നിൽക്കുന്ന പിഞ്ച് സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയത്തില്ല. അതായത് എക്സ്ഫോളിയേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്തർ ആക്കും, പക്ഷേ സ്കിൻ വൈറ്റനിങ് ക്രീംസിനെ പോലെ അല്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഡേ ക്രീം നൈറ്റ് ക്രീം ഇതൊരു 1100 ഇത് വരുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ചേരണമെന്നില്ല. ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചിലർക്ക് വൈറ്റമിൻ സി പറ്റൂല, ചിലർക്ക് നയാസിനമൈഡ് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഗ്ലോയിങ് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. അവർ തന്നെ അതിൽ പറയുന്നുണ്ട് 35% നമ്മുടെ സ്കിൻ ബ്രൈറ്റർ ആക്കുമെന്ന്. സീരിയസ്ലി ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡൾനെസ് ഉണ്ട്, ഇവിടെ ചുണ്ടിന് ചുറ്റും ഒരു കളറ്, നെറ്റിയിലൊരു കളറ്, കവിളൊരു കളറ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെയാണ് സ്കിൻ ബ്രൈറ്റനൊക്കെ. നമ്മുടെ ഷെയ്ഡ്സ് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടി. ഈ ഷെയ്ഡ്സ് ഡള്ളായിരിക്കുന്നതിൻ്റെ കാരണം പിഗ്മെൻറ്റേഷനും സൺടാനൊക്കെ ആയിരിക്കും. സോ അതൊക്കെ മാറ്റാൻ വേണ്ടി സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനും സ്കിന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ആൻഡ് ഗൈസ്, ഇതിൽ വൈറ്റമിൻ സി ഒക്കെ അലർജി ഒക്കെ ഉള്ളവരാണെന്നാണ് നിങ്ങൾ ഇടാൻ വേണ്ടി നിൽക്കുന്നത്. വൈറ്റമിൻ സിയും ഇയും ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് പല ക്വാണ്ടിറ്റീസിൽ വരുന്നുണ്ട്. 60 ml 484 രൂപയാണ് ഇതിൻ്റെ. 550 രൂപ. നൈക്കയിൽ ഇപ്പം 484 രൂപ. ലിങ്ക് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, അവിടെ നോക്കിയാൽ മതി. ആ ഒരു റേറ്റിൽ കിട്ടും. സോ ഗൈസ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പേഴ്സണലി ഞാൻ എൻ്റെ മുഖത്തൊന്നല്ല, ഞാൻ ആദ്യമായിട്ട് എനിക്ക് PR വന്ന സമയത്ത് മെച്ച് എൻ്റെ പേഴ്സണൽ റിവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് അവർ പ്രോഡക്റ്റ് അയച്ചിരുന്നു. അങ്ങനെ സമയത്ത് എനിക്ക് ഇപ്പോൾ ഫേസിൽ ഓൾറെഡി എനിക്ക് ടാനോ പിഗ്മെൻറ്റേഷനോ ഒന്നും എനിക്ക് അറിയാൻ പറ്റൂല. അപ്പം ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കാൽപാദത്തിൽ നല്ല ടാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കാൽപാദത്തിലാണ് ഇട്ട ഗൈസ്. സീരിയസ്ലി അത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി. ഫേസിലും നിങ്ങൾക്കിടാം, ഫേസിലും ഞാൻ ഇടാറുമുണ്ട്, ഇട്ടിട്ടും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. കാരണം അത് PR അയച്ചപ്പോൾ ഞാൻ കണ്ടിന്യൂസ് അത് തന്നെയാണ്, ഏകദേശം 1.5 month ഞാൻ അത് തന്നെയാണ്, അത് തീരുന്നത് വരെ അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 60 ml 120 ml ഇവർ അയച്ചു തന്നത് അന്ന് ആ സമയത്ത്. അപ്പം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രീമാണ്, ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ലോറിയൽ പാരീസിൻ്റെ ബ്രൈറ്റനിങ് ഡേ ക്രീം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു ഡേയും നൈറ്റും അവർക്ക് അവൈലബിൾ ആണ്. ആ അതിനകത്ത് SPF 70 വരുന്നു, ഗ്ലൈക്കോളിക് ആസിഡ്, നയാസിനമൈഡ് ആണ് വരുന്നത്. അവർ എന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഡാർക്ക് സ്പോട്ട്സ് മാറാൻ അടിപൊളിയാണെന്ന്. ആൾസോ എനിക്ക് ഇഷ്ടമല്ലാത്ത അതിൻ്റെ ഫ്രാഗ്രൻസ്, എനിക്ക് എൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടമല്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് കൈ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഫുള്ള് നമുക്കിവിടെ പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വരുള്ളൂ. പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഫുള്ള് കൊടുക്കും. പ്ലാസ്റ്റിക് ഗ്ലാസ് ആയാലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കൂടെ വയ്ക്കാനുള്ള സൗകര്യമില്ല. ഞാൻ ഇവിടുത്തെ ഒരവസ്ഥയെ പിന്നെ എപ്പോഴും കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടെ വയ്ക്കാനുള്ള സൗകര്യമില്ല. ഇപ്പോൾ യൂസ് ചെയ്യണമൊക്കെ അത്ര വയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കവർ കെട്ടി വെച്ചിട്ട് ആക്രിക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. സോ നമുക്കൊരു ഇവൻ സ്കിൻ ടോൺ വരാൻ അടിപൊളിയാണ്. അതായത് ഓരോ പല കളറല്ലാതെ ഒരു ഇവൻ സ്കിൻ ടോൺ വരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഒരു ലൈറ്റായിട്ടൊക്കെ ഒരു അൺഇവൻ സ്കിൻ ടോൺ നാച്ചുറലായിട്ടുള്ളതാണ്, അതൊന്നും പോകാൻ വേണ്ടി പോകില്ല. പക്ഷേ നാച്ചുറൽ അല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം എൻ്റെ ഫേസിലായാലും നാച്ചുറലായിട്ടുള്ള ഒരു അൺഇവൻ ടോൺ ഉണ്ട്. ഇവിടെ ഒരു കളറാണ്, ഇവിടെ ഉണ്ട് ഈ താടിയിൽ ഇവിടെ ഒരു കളറാണ്,
ഒരു കളർ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള, അതൊന്നും നമുക്ക് ഇനി മറ്റേ അല്ലാതെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 30 ml ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 620 രൂപയാണ്. 729 ഓഫറിൽ 620 രൂപയാണ്. ഇത് ഭയങ്കര വർക്കിംഗ് ആണ്, നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് ആ വിസിബിളായിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതെല്ലാം പറയാം, ഇതൊക്കെ മൈൽഡ് എക്സ്ഫോളിയേറ്ററാണ്. മൈൽഡായിട്ട് നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ആ നിൽക്കുന്ന സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്നേ ഉള്ളൂ. അല്ലാതെ മാസത്തിൽ മണ്ടേന്ന് എന്തോ വന്ന് വീണതാ ഇങ്ങനെ ഞെരുക്കി വെച്ചിട്ട്. മാസത്തിൽ ഒരുപാട് തവണ, ഒരു 10-15 തവണ 20 തവണ നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നാച്ചുറലി അങ്ങനെ ഇപ്പം നമുക്ക് നാച്ചുറലി നമ്മുടെ സ്കിന്ന് ഷെഡ് ആവും. നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിലർക്ക് അറിയാൻ പറ്റും, ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് ആ പ്രോസസ്സിനെ ഒന്ന് ഫാസ്റ്റ് ആക്കും. അത്രേ ഉള്ളൂ ഈ ക്രീമിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈ ഗ്ലൈക്കോലിക് ആസിഡ് നാസിനമൈഡ് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ആക്നെയും പോസ്റ്റ് ആക്നെയും മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഇത് അടിപൊളിയാണ്. പറയാൻ വേണം കുറച്ച് എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞു തന്ന കാര്യമൊക്കെ നോക്കിയാൽ മതി. ഇത് മുറാഡ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വൈറ്റമിൻ സി ക്രീമാണ്. ആൻഡ് ഇത് 50 ml ഇതിൻ്റെ റേറ്റ് ആണ് 8000 സംതിങ് ആണ്. അതായത് 8000 രൂപയ്ക്ക് 50 രൂപ വരെ കുറവേ ഉള്ളൂ. 7000 സംതിങ് ആണ്. 8000 രൂപയ്ക്ക് 50 രൂപ വരെ കുറവ്. 7950 അങ്ങനെയല്ലേ, 7090 അങ്ങനെ അറിയില്ലല്ലോ. ഓക്കെ, 7950 ഗൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 ml. ഇത് വേർത്താണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഭയങ്കര കിടിലം പ്രോഡക്റ്റാണ്. പക്ഷേ 7000 രൂപയ്ക്ക് നിങ്ങൾ 3 മാസം കൂടുമ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങണം, അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരൻ UK പോകാൻ പോയപ്പോഴത്തേക്കും ഞാൻ അവന് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് പറഞ്ഞു കൊടുക്കാൻ നൈക്കി കൊണ്ടുപോയിട്ട് അവന് അത് ഞാൻ സജസ്റ്റ് ചെയ്ത് അവൻ വാങ്ങിച്ചായിരുന്നു. മുറാഡിൻ്റെ ഒരു വൈറ്റമിൻ സി സീറം. അപ്പോൾ അത് അവൻ യൂസ് ചെയ്തിട്ട് എല്ലാം പൊളി വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോഡക്റ്റ്. അത്രയ്ക്ക് അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു അത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മുറാഡിൻ്റെ ഒരു ചെറിയ സിറം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത് 1000 രൂപ. അത് മുറാൻ്റെ ഇത്രയുള്ള ഒരു സിറം അത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തില്ല. എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുറാഡിൻ്റെ ക്രീം യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കുറച്ച് എക്സ്പെൻസീവ് ഉള്ള സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യണത്. അപ്പം ഞാനൊരു ഡപ്പയിൽ കുറച്ചെടുത്ത് വന്നിട്ട് ഞാനൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു. 3-4 ദിവസത്തേക്കേ ഉള്ളായിരുന്നു. കാരണം എനിക്കറിയാം 50 ml കുറച്ചാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ മറ്റേ ചെറുനക്കിപ്പെട്ടി എല്ലുനക്കിപ്പെട്ടി ചെറുനക്കിപ്പെട്ടി അങ്ങനത്തെ ഒരു അവസ്ഥ വരത്തായിരിക്കാണ്ട് ഞാനൊരു ഒരു ഗ്ലാസ് ഡപ്പയിൽ കുറച്ച് എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ബ്രേക്ക്ഔട്ട്സ് വല്ലതൊക്കെ വരണമെന്ന് നോക്കാൻ വേണ്ടി എനിക്ക് വാങ്ങാമെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് കൊള്ളാൻ കഴിയും. പിന്നെ ഞാൻ വാങ്ങാത്തതെന്ന് വെച്ചാൽ എന്തായാലും എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് 50 ml തീരുന്നവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഏതായാലും പുതിയ പ്രോഡക്റ്റ് വരും, അപ്പം പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ യൂസ് ചെയ്ത ദിവസം ഞാൻ കൂടിപ്പോയി ഒരു 4-5 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്നു. ബ്രൈറ്റൻ ചെയ്തു, ഇങ്ങനെ എന്താ പറയുക, നമുക്ക് അറിയാൻ പറ്റും സ്കിന്നിനൊക്കെ ഒരു ഗ്ലോയും ഒക്കെ. ഞാൻ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്തത് അത് തന്നെയായിരുന്നു. ഞാൻ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും സൺസ്ക്രീൻ. പക്ഷെ ഇച്ചിരി മതിയായിരുന്നു, ഭയങ്കര റിസൾട്ടായിരുന്നു ഗൈസ്. സോ അതും നല്ലതാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചു, ഇല്ലെങ്കിൽ വാങ്ങിയേ വേണ്ട. നെക്സ്റ്റ് വരുന്ന ലാനിയേജ്. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ലാനിയേജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി ക്രീം. ഇത് 30 ml 2300 രൂപയാണ് വരുന്നത്. ഇതും അടിപൊളിയായിട്ടാണ്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സും ഡൾനെസ്സും ആണ് നിങ്ങളെ കൺസേൺ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതൊരു 1 ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ 1 ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ആ വിസിബിൾ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്കിൻ ബ്രൈറ്റൻ ആക്കാനും സൺ ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സും ഏജ് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. 2300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളിത് വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിനെ കുറച്ചുകൂടെ ഉണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതും അടിപൊളിയാണ്, നല്ല റിസൾട്ട് കിട്ടും. വൈറ്റമിൻ സിയും ഇയും ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ആ ഒരു വിസിബിൾ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എക്കലോജിക്കയുടെ ഗ്ലോ പ്ലസ് ജെല്ലോ മോയ്സ്ചറൈസർ വിത്ത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി. 50 ml 499 459 ഇപ്പം നൈക്കിയുടെ അതിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഗൈസ് ഈ ഒരു സാധനം എനിക്കിത് അവർ PR അയച്ചു തന്നെയാണ്. ലൈക്ക് ഇങ്ങനെ നമുക്ക് PR വരുമല്ലോ, ഞാൻ പറഞ്ഞു PR അയച്ചു തന്നെ. പക്ഷേ എൻ്റെ പൊന്ന് ഗൈസ്, ഞാനത് ഒരു തവണ യൂസ് ചെയ്തു, നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു. ടോട്ടൽ ഞാൻ 3 ബോട്ടിൽ അവരെ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക്
വിത്തിൻ ഒരു 7-8 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി സ്കിന്ന് നല്ല ബ്രൈറ്റനിങ് ഉണ്ട്, നല്ല ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ട്. സ്കിന്നിങ്ങനെ നല്ല പറയുന്നത് ഈ ഇവിടുത്തെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി, മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, അത് മാറി, ചുണ്ടിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു, അടിപൊളിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇത് നോൺ കൊമാഡോജനിക്കാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ. ഡൾ സ്കിന്ന്, ഡീഹൈഡ്രേറ്റഡ് പിഗ്മെൻറ്റേഷൻ, സൺ ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്, സീരിയസ്ലി അടിപൊളി, അത്രയ്ക്ക് അടിപൊളിയുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് എൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടമാണ്. ഇത് കുറച്ച് മതി, ഇങ്ങനെ കുറച്ചെടുത്ത് ജസ്റ്റ് പോകുമ്പോൾ ഭയങ്കര ഗ്ലോ ആണ്. ഫേസിലിടുമ്പോൾ ഒരു മഞ്ഞ ഒരു നമ്മളിടുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ ഒരു വരും, അബ്സോർബ് ചെയ്യുമ്പോൾ ആ മഞ്ഞ അങ്ങ് മാറും. പക്ഷേ അടിപൊളി പ്രോഡക്റ്റാണ്, സീരിയസ്ലി നിങ്ങൾ വാങ്ങണമെന്ന് വാങ്ങിച്ചു. ഇതിൻ്റെയൊക്കെ ചെറിയ പോർഷൻ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ പോർഷൻ വാങ്ങിച്ച് വെച്ചാൽ മതി. അത്രയ്ക്ക് അടിപൊളി പ്രോഡക്റ്റ് ഗൈസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കറിയുന്നുള്ള പ്രോഡക്ട്സ്. ഇനി ഇതിലും നല്ല പ്രോഡക്ട്സുകളുണ്ട്, ഇതിലും വില കുറഞ്ഞുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്കറിയാവുന്നുള്ള ഞാൻ കൊള്ളാം, ഇതൊക്കെ നല്ലതാണ്, വേറെ സീനൊന്നും വരാൻ പോണില്ല എന്നുള്ള കുറച്ച് പ്രോഡക്ട്സാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളിതിൽ ഏത് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുന്നതാണ് ഞാൻ പറയുന്നില്ല. എല്ലാം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിന്, ഇപ്പം എനിക്കായാലും എല്ലാം ഒന്നും ചേരൂല. ഇപ്പം നിങ്ങൾക്കും അതേപോലെ എല്ലാം നിങ്ങൾക്കും ചേരണമെന്നില്ല, ചിലർക്ക് എല്ലാം ചേരും, അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറയാണ്. സോ ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല പ്രോഡക്ട്സുകൾ എനിക്കറിയാമെന്നുള്ളത്. അത്യാവശ്യം നല്ല പ്രോഡക്ട്സാണ്, എല്ലാ റിസൾട്ട് കിട്ടും. പിന്നെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ്, ചിലർക്ക് 7 ദിവസം, ചിലർക്ക് 15 ദിവസം, ചിലർ 20 ദിവസം, 30 ദിവസം, അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരിക്കലും നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടൂല. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാം യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാം അത്യാവശ്യം നല്ല പ്രോഡക്ട്സുകളാണ്, എല്ലാ പ്രോഡക്ട്സുകളാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ പുറമേ കൊടുക്കുന്ന സാധനമാണ്, സിറായാലും ക്രീമായാലും സൺസ്ക്രീനായാലും എന്തായാലും പുറമേ കൊടുക്കുന്ന സാധനമാണ്. അതേപോലെ ഉള്ളിൽ നിന്നൂടെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഒന്നും ഉണ്ട്, ഫേസിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അത് ഒന്നും നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നാച്ചുറൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനല്ല, സൺടാൻ ഒന്നുമല്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ PCOD ഉള്ളതിൻ്റെയോ PCOS ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സഡനായിട്ട് ഗെയിനോ വെയിറ്റ് ലോസോ അല്ലാതെ നിങ്ങൾക്ക് തൈറോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസോ കാരണം നമുക്ക് ഇതിനൊക്കെ പിഗ്മെൻറ്റേഷൻ, ഡൾനെസ്, ഡ്രൈനെസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് പ്രോട്ടീൻ്റെയോ വൈറ്റമിൻസിൻ്റെയോ ഒക്കെ ഡെഫിഷ്യൻസി ആണ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉള്ളിൽ നിന്ന് ക്യൂർ ചെയ്തെടുക്കാനുള്ള, അതൊക്കെ നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ ക്യൂർ ചെയ്തെടുക്കാനുള്ള സാധനമാണ്. ഉള്ളിൽ നിങ്ങൾ ക്യൂർ ചെയ്യാതെ നിങ്ങൾ പുറമേ ക്യൂർ ചെയ്യാൻ ഞാൻ കുറച്ച് ക്രീം വാരി തേച്ചതെല്ലാം പോകുന്നു പറഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റേർണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം പുറമേ ഉള്ള ഈ കാര്യങ്ങൾ എക്സ്റ്റേണിലൂടെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ദിവസം ഒരു 3 to 4 ലിറ്റർ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ളിൽ കൊടുക്കുക. ചിക്കനും പൊരിച്ചതും കരിച്ചതും അവിച്ചതും മന്തി കലത്തിലൊക്കെ തലയിട്ട് തിന്നുന്നതിന് മുമ്പ്, അണ്ടാവിലൊക്കെ തലയിട്ട് തിന്നണതിന് മുമ്പ് നല്ല സാധനവും കൂടെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഷുഗറിൻ്റെ ഇൻടേക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക. ലഡു, ജിലേബി, കിണ്ണത്തപ്പം, പുഡിങ്, ഡയറി മിൽക്ക്, ഗാലക്സി, സ്നിക്കേഴ്സ് മുതലായ സാധനങ്ങൾ, കേക്ക്, എൻ്റെ അമ്മയെ പോലെ കടപ്പണ്ടം തീറ്റി നിർത്തുക. എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ കേക്ക് ഇച്ചിരി കഴിക്കണം. ആനന്ദയുടെ ബർത്ത്ഡേ അന്ന് ലാസ്റ്റ് ഞാൻ കേക്ക് കഴിച്ചതാണ്. അതിന് മുമ്പ് എൻ്റെ ബർത്ത്ഡേക്ക് ജൂൺ 22 ഞാൻ കേക്ക് കഴിച്ചു. പിന്നെ ഈ ഒരു ജൂലൈ 22 ഞാൻ ഒരു കേക്ക് കഴിച്ചു. ഇച്ചിരി പീസ് കഴിക്കുള്ളൂ, ഒരുപാട് ഇച്ചിരി കഴിച്ചു, അല്ലാതെ ഞാൻ മധുരം കഴിച്ച് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എപ്പോഴെങ്കിലും അത്രയും ലൈക്ക് എന്താ പറയുക ഭയങ്കര വീക്കായിട്ടാണെങ്കിൽ ഒരു ലൈം ജ്യൂസ് കുടിക്കും, മധുരം കുറച്ചിട്ട് എവിടെ നിന്നെങ്കിലും ഒരു ലൈം ജ്യൂസ് കുടിക്കും. അല്ലാതെ ഷുഗർ എന്ന് പറഞ്ഞ സാധനം ഞാൻ കടപ്പണ്ടമൊക്കെ തിന്നിട്ട് കാലങ്ങളായി ഗൈസ്. സോ അതൊക്കെ തന്നെ സ്കിന്നിന് ഭയങ്കര റിസൾട്ട്, ഗ്ലോയും ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന സാധനമാണ്. ഇപ്പം പറഞ്ഞു തന്നത് പുറമേ കൊടുക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്നൂടെ കൊടുക്കുക, അല്ലാതെ പുറമേ കുറേ കൂടിയ മുറാഡിൻ്റെയൊക്കെ ക്രീം ഘോരം വാരി തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ളിൽ നിന്ന് നല്ല സാധനമല്ല നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട്. എൻ്റെ മാവിൻ്റെ വരെ എപ്പോഴും ഷാർജ, അവരൊക്കെ എപ്പോഴും ഷാർജ കുടിക്കുക, അങ്ങനെ ഷാർജ കുടിക്കരുത്. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. ലിങ്ക് എല്ലാം ബയോയിലുണ്ടാകും. ടാറ്റ ബൈ ബൈ.